നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഒരുപക്ഷെ നമ്മൾ പോലും മറന്നാലും ആ ഭഗവാൻ മറക്കില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭഗവാനോട് പോയി അങ്ങ് വലിയ വലിയ പ്രാർത്ഥനകളൊന്നും വെക്കരുത്, കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ വെച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന് എൻ്റെ ഒരു വിശ്വാസമായിരുന്നു അത്. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രാർത്ഥനയാണെങ്കിലും മനസ്സ് തുറന്നത് ഭഗവാനോട് അങ്ങ് ചോദിച്ചേക്കണം. നമുക്ക് എപ്പോൾ എന്ത് തരണമെന്നുള്ള വ്യക്തമായിട്ടുള്ള കണക്ക് കൂട്ടലുകൾ അങ്ങേർക്കുണ്ട്. ഒരു പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചതെന്തോ അത് അതിലും ഭംഗിയായിട്ട് തന്നെ ഭഗവാൻ നടത്തി തരും. അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ബിബീസ് ലിറ്റിൽ വേൾഡ് ഒരുക്കുന്ന 6 പട യാത്ര. എന്താ പറയുക, എനിക്ക് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ ആശ്ചര്യം കൊണ്ടാണോ വാക്കുകൾ വരുന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. പക്ഷെ പിന്നീട് തിരക്കുകൾക്കിടയിൽ ഞാൻ പോലും മറന്നുപോയി എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ വള്ളിയും മുരുകനുമായിട്ട് ഒരച്ഛനും അമ്മയും വന്നാണ് ഞങ്ങളിലേക്ക് വന്ന് അവരായിട്ടാണ് ഈ 6 പട യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെ ഏപ്രിൽ 5, 6, 7, 8 തീയതികളിലായിട്ട് ബിബീസ് ലിറ്റിൽ വേൾഡ് ഒരുക്കിയ 6 പട യാത്ര വളരെ ഭംഗിയായി 6 പടയപ്പനെയും കാണാൻ സാധിച്ചു. വളരെ നല്ല രീതിയിലുള്ളൊരു ദർശനമായിരുന്നു. 6 പട വീടുകളിലും ഭഗവാൻ നിറഞ്ഞ് അനുഗ്രഹിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. പഴനിയിൽ സ്റ്റാർട്ട് ചെയ്ത് തിരുത്തണിയിലാണ് ഞങ്ങളത് അവസാനിപ്പിച്ചത് യാത്ര. എന്താ പറയുക, ഭഗവാനെ കണ്ട ഒരു നിമിഷം, ഫ്രണ്ടിൽ നിന്ന് ഭഗവാനെ കണ്ട നിമിഷം ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. കാരണം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അത് വളരെ ഭംഗിയായി തന്നെ ഭഗവാൻ മുരുകൻ എന്നുള്ളൊരു നാമം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് മാത്രം മതിയായിരുന്നു എല്ലാം ഭംഗിയായി നടത്തി തരാൻ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോരായ്മകൾ ഓഫ്കോഴ്സ് ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ പരിഹരിച്ച് ഞങ്ങൾ 6 പട യാത്രയും വളരെ ഭംഗിയായി നല്ല ദർശനം. വീഡിയോസ് എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ അധികം എടുക്കാൻ സാധിച്ചില്ല. കാരണം ഈ 6 പട വീടുകളും നല്ല രീതിയിൽ ദർശനം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ അവിടങ്ങളിൽ എടുത്ത വീഡിയോസ് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ കൂടെ ഫസ്റ്റ് 6 പട യാത്രയ്ക്ക് ട്രാവൽ ചെയ്ത ഫാമിലി. എല്ലാവർക്കും ഒരുപാട് നന്ദി. ദർശനം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നല്ല അടിപൊളി യാത്ര. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു യാത്ര കിട്ടുന്നു, ഇത്ര നന്നായിട്ട് ദർശനം കിട്ടുന്നു ഞാൻ സ്വപ്നമേ വിചാരിച്ചില്ല. നന്നായി അറേഞ്ച്മെന്റും ഒക്കെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സുദിനങ്ങളിൽ ഒന്നാണ് ഈ യാത്ര. താങ്ക് യു. എന്താണ് അനുഭവം കണ്ടത്? എന്താ പറയാ, എനിക്ക് എന്റെ ലൈഫില് ഈ 6 പട പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ വിവിയുടെ പുസ്തകമാണ് ആദ്യമായിട്ട് വേൽമാറിൽ എന്റെ കയ്യിൽ കിട്ടുന്നത്. ഓരോന്നിനെ കുറിച്ച് അറിഞ്ഞു വന്നപ്പോൾ ഓരോന്നും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് യാദൃശ്ചികമായിട്ടാണ് ഈ യാത്ര ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റി, ഫാമിലി ആയിട്ട് തന്നെ പോകാൻ പറ്റി. എല്ലായിടത്തും മുരുക ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ് ശരിക്കും ഫീൽ ചെയ്തു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. സ്വപ്നമായ യാത്ര സത്യമായി വന്നിരിക്കുന്നു. ഇത്ര നല്ലൊരു യാത്ര ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. വളരെ ഒരു പേഴ്സണൽ ടച്ചോടുകൂടി ബിബി, ഫാമിലി, അമ്മ, കുഞ്ഞുമോൻ എല്ലാവരും അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു ഞങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി. പേഴ്സണൽ ടച്ചോടുകൂടിയാണ് ഞങ്ങളെ നോക്കിയതും കൊണ്ടുവന്നതും. സോ അപ്പം നെക്സ്റ്റ് ജേർണിയിൽ ഞങ്ങൾ തന്നെ വീണ്ടും വരും. വീട്ടിൽ പോയാലും ഇപ്പൊ കാലത്ത് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ വന്നിരിക്കുന്നത്. മൈ ഡിയർ ശ്രീറാം, ഓൾ ദി ബെസ്റ്റ്. മനസ്സ് നിറഞ്ഞതും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അവസാനം എല്ലാവരുടെയും ഫീഡ്ബാക്ക് കൂടി കിട്ടിയപ്പോഴാണ്. ഭഗവാൻ നിറഞ്ഞ് അനുഗ്രഹിച്ച മറ്റൊരു മുഹൂർത്തമായിട്ടാണ് എനിക്കത് തോന്നിയത്. എല്ലാവരും ഹാപ്പി ആയതുകൊണ്ട് തന്നെ നമ്മളും ഹാപ്പി ആയിരുന്നു. അങ്ങനെ 6 പടയപ്പനെയും നല്ല രീതിയിൽ ദർശനം ചെയ്ത് ജീവിതത്തിന്റെ പുതിയ നിറങ്ങളും പ്രതീക്ഷകളുമായി ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇത്തവണത്തെ 6 പട യാത്ര വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ 6 പട യാത്ര അനൗൺസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നത് തിരുച്ചെന്തൂരിലേക്ക് മാത്രമായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ്. മെയ് 6, 7 തീയതികളിലായിട്ട് തിരുച്ചെന്തൂരിലേക്ക് മാത്രം യാത്ര പോകുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എല്ലാ പുകഴും മുരുകനുക്ക്.